ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഐതിഹ്യവും വിശ്വാസങ്ങളും. കേരളത്തിന്റെ ആത്മീയ പൈതൃകത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് എറണാകുളം ജില്ലയിലെ തിരുവൈരാണിക്കുളത്തുള്ള തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും വിശ്വാസങ്ങളും നിറഞ്ഞ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം അകവൂർ മനയുമായി ഏറെ അടുപ്പമുള്ളതാണ്. അകവൂർ മനപ്പറമ്പ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഐരാണിക്കുളം ഗ്രാമത്തിലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അകവൂർ മനയിലെ ബ്രാഹ്മണന്മാർ ആ പ്രദേശത്തെ ഭരണാധികാരികളായി കണക്കാക്കപ്പെട്ടിരുന്നു. പിന്നീട് കുടുംബത്തിലുണ്ടായ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് അവരുടെ ഒരു വിഭാഗം വല്ലാരപ്പള്ളി ഗ്രാമത്തിലേക്ക് കുടിയേറി. എങ്കിലും അവർ ഐരാണിക്കുളത്തപ്പനായ മഹാദേവനെയും ശ്രീ പാർവതിയെയും ഭക്തിപൂർവ്വം ആരാധിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അകവൂർ ചാത്തൻ മനയിൽ ആശ്രിതനായി എത്തുന്നത്. മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആഗ്രഹിച്ച ഒരു ബ്രാഹ്മണനെ സഹായിക്കാനായി അകവൂർ ചാത്തൻ ഗ്രാനൈറ്റ് കല്ലിൽ നിന്നും ഒരു വള്ളം നിർമ്മിച്ചു. ആ വള്ളത്തിൽ അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് ഐതിഹ്യം. കാലം കടന്നുപോയപ്പോൾ ബ്രാഹ്മണൻ വൃദ്ധനായി. ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം മഹാദേവനോട് ദുഃഖത്തോടെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ വളരെ വൃദ്ധനായി. ഇനി എനിക്ക് നിങ്ങളെ ദർശിക്കാൻ കഴിയില്ല. മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഓലക്കുടയ്ക്ക് അസാധാരണമായ ഭാരം തോന്നി. പിന്നീട് വഴിയിൽ പ്രകൃതി വിളി ഉണ്ടായപ്പോൾ വള്ളം കരയിൽ അടുപ്പിച്ചു. അപ്പോൾ കുട വളരെ ലഘുവായി മാറുന്നതും കണ്ടു. മനയിൽ എത്തിച്ചേർന്ന ശേഷം അകവൂർ ചാത്തൻ വള്ളം മറച്ച് ചളിയിൽ പതിപ്പിച്ചു. ഇന്നും അവിടെ മറിഞ്ഞ നിലയിൽ ഒരു ഗ്രാനൈറ്റ് കല്ല് കാണാം. ഇതാണ് ചാത്തൻ കല്ല് എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് അന്ന് കാടായിരുന്നു. പുലയ സ്ത്രീകൾ കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ ഒരാൾ ഈ കല്ലിൽ അരിവാൾ മൂർച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അപ്രതീക്ഷിതമായി കല്ലിൽ നിന്ന് രക്തമൊഴുകി. ആ സ്ത്രീ മാനസിക സന്തുലനം നഷ്ടപ്പെട്ടു ഉന്മാദത്തോടെ ഓടി. ഏകദേശം 3 കിലോമീറ്റർ ദൂരമോളം അവർ ഓടിയ പ്രദേശങ്ങൾ പിന്നീട് ക്ഷേത്രത്തിന് സമർപ്പിക്കപ്പെട്ടു. ഈ പ്രദേശമാണ് വരനാട്ടുമഠം എന്നറിയപ്പെടുന്നത്. ക്ഷേത്രോത്സവ സമയത്ത് ആദ്യത്തെ പൂജകൾ നടത്തുന്നത് വരനാട്ടുമഠത്തിലാണ്. പ്രധാന ഇരിക്കി പൂജ ക്ഷേത്രത്തിലും ഇവിടെയും മാത്രമേ നടത്താറുള്ളൂ. ഇതിലൂടെ മഹാദേവന്റെ പ്രത്യേക സാന്നിധ്യവും കരുതലും ഈ സ്ഥലത്ത് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അകവൂർ ചാത്തൻ പിന്നീട് ബ്രാഹ്മണനോട് സത്യം വെളിപ്പെടുത്തി. ഗ്രാനൈറ്റ് കല്ലായി പ്രത്യക്ഷപ്പെട്ടത് ഐരാണിക്കുളത്തപ്പൻ തന്നെയാണെന്നും മഹാദേവൻ ഐരാണിക്കുളത്തപ്പനിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും ഈ ദേവാലയം തിരുവൈരാണിക്കുളത്തപ്പൻ എന്നറിയപ്പെടുമെന്നും പറഞ്ഞു. ഇതോടെ ക്ഷേത്രം പണിതുയർത്തുകയും ദേവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ബ്രാഹ്മണൻ കുട നിലത്തു വെച്ചപ്പോൾ കുടയുടെ മുകളിലിരുന്ന മഹാദേവൻ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ആദ്യം ക്ഷേത്ര കിണറ്റിലേക്കും പിന്നീട് സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്തേക്കും എത്തിയെന്നാണ് വിശ്വാസം. അതിനാലാണ് ക്ഷേത്ര കിണറിനും മഹാദേവനും തമ്മിൽ അതീവ ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നത്. കിണറ്റിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ദേവനും അശുദ്ധമാകും എന്നും വിശ്വസിക്കുന്നു. കിണറ്റിന്റെ തെക്ക് ഭാഗത്ത് മഹാദേവൻ വന്ന വഴിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ഭാഗത്തൊരു ഗുഹ ഇന്നും കാണാം. ആറാട്ട് നടത്തുന്നത് മഹാദേവൻ കുടയിൽ നിന്ന് ഇറങ്ങിയ നദീതീരത്താണ്. ദേവി പാർവതിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവുമുണ്ട്. ഇത് മറ്റൈതിഹ്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. മുൻകാലങ്ങളിൽ തിടപ്പള്ളിയിൽ ദേവി പാർവതി തന്നെയാണ് മഹാദേവനായി ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് എന്ന വിശ്വാസം. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ഈ രഹസ്യം അറിയാൻ ശ്രമിക്കുകയും ദേവിയെ പൂർണ്ണ അലങ്കാരത്തോടെ കാണുകയും ചെയ്തു. ദേവി കോപിതനായി പറഞ്ഞു, നീ നിന്റെ ആചാരങ്ങൾ തെറ്റിച്ചതിനാൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. ദേവിയുടെ കാൽക്കൽ വീണ് ബ്രാഹ്മണൻ അപേക്ഷിച്ചു. ബ്രാഹ്മണന്റെ അപേക്ഷ പ്രകാരം ദേവി അനുഗ്രഹമായി പറഞ്ഞു, ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന 12 ദിവസങ്ങളിൽ മാത്രമേ എന്റെ സാന്നിധ്യം ഞാൻ അറിയിക്കൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവി പാർവതിയുടെ ശ്രീകോവിൽ സാധാരണയായി അടച്ച നിലയിൽ തുടരുന്നത്.
ഇവിടെ ജലാഭിഷേകത്തിന് പകരം മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കുംഭമാസത്തിലെ തിരുവാതിര നാളിലാണ് മഹാദേവോത്സവം ആരംഭിക്കുന്നത്. വിഗ്രഹ സ്നാനത്തോടെ ആരംഭിക്കുന്ന ഈ ഉത്സവം 8 ദിവസത്തോളം നീളുന്നു. ആറാട്ട് ദിനത്തിൽ അന്നദാനം, അതായത് കഞ്ഞിവെഴുത്ത് നടത്തപ്പെടുന്നു. ഇത് സ്വീകരിക്കുന്നവർക്ക് വയറു സംബന്ധമായ രോഗങ്ങൾ ശമിക്കുമെന്ന വിശ്വാസവുമുണ്ട്. മിഥുന മാസത്തിലെ പുണർദം നാൾ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. വിനായക ചതുർത്ഥിക്ക് ഗണപതി ഭഗവാനെ അപ്പത്തോടെ അലങ്കരിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തിക്ക് ചുറ്റുവിളക്ക് നിറമാലയും നടത്തി ആഘോഷിക്കുന്നു. വൃശ്ചികം 1 മുതൽ ധനു 12 വരെ മണ്ഡലോത്സവമാണ്. മേടമാസത്തിലെ വിഷു ദിനത്തിൽ വിഷുക്കണി ഒരുക്കുന്നു. കന്നിമാസത്തിലെ ആയില്യം നാളിൽ നാഗദൈവങ്ങൾക്ക് പ്രത്യേക പൂജകൾ നടത്തും. നവരാത്രി കാലത്ത് പഠന തൊഴിൽ ഉപകരണങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന പതിവും നിലനിൽക്കുന്നുണ്ട്. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. മരപ്പള്ളിയിൽ നിന്നും ശ്രീമൂലം പാലം കടന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് ക്ഷേത്രം. ആലുവ അങ്കമാലി NH47 ദേശം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ച് ശ്രീമൂല നഗരം എത്തണം.